PLOയെ ഫലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ആദ്യം അംഗീകരിച്ച അതിൻ്റെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഇന്ത്യയിലേക്ക് യാസർ അറഫാത്ത് വന്നിട്ടുണ്ട്. PLOക്ക് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഓഫീസുകൾ ലോകരാജ്യങ്ങളിൽ തുറക്കപ്പെട്ടപ്പോൾ അത്തരം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെ നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യ ആംസ് കയറ്റി അയക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ സ്പെയിനെ കുറിച്ച് പറയുന്നത് അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കുന്ന ആയുധങ്ങൾ അടങ്ങുന്ന കപ്പലിനെ പോലും അത് ഒന്ന് റീഫ്യൂൽ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രാജ്യങ്ങൾ, ആ നിലക്ക് നിലപാട് എടുക്കുന്ന രാജ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ഒരാഴ്ചയെ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ വ്യത്യസ്തങ്ങളായ വാർത്തകൾ, വൃദ്ധസദനത്തെ സ്നേഹാലയങ്ങൾ എന്ന പേരിലേക്ക് മാറ്റുന്ന ഒരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. ഏതു പേരാണെങ്കിലും മക്കളുടെ സ്നേഹത്തോളം എത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ E20 പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പുതിയ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ശേഷം ഒരു E20 ജനതാ പാർട്ടിയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ ഏറെ അടുത്തൊരു ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നൊരു സാഹചര്യമാണുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ്റെ വാർത്തകൾ അനവധിയായി വന്നുകൊണ്ടിരിക്കുന്നു. വടകര അധ്യാപകരുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഏറെ പ്രയാസങ്ങളുണ്ടാക്കിയ ഒരാഴ്ച കടന്നുപോയി. അതേപോലെ ഈ നീറ്റ് പ്രതിഷേധം അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന ഒരു വാർത്ത, ഇന്ന് വായിച്ചൊരു വാർത്ത, അതിലെല്ലാ കേസുകളും പിൻവലിക്കാനാകില്ല എന്ന ഒരു മലക്കമറിയൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലൊട്ടേറെ വാർത്തകൾ, അതേപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. തിരുവനന്തപുരത്ത് ഒരു യുവതിയായ സ്ത്രീ ഒരു കുട്ടിയെ ക്ലോസറ്റിൽ പ്രസവിച്ച് ഫ്ലഷ് ചെയ്യുന്നു. അതിലേക്കൊരു കമൻറ്റ് ഡോക്ടർ. ഇതിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ ഞെട്ടൽ രേഖപ്പെടുത്തി പോകുക എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ റീസൺസിനെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാറില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കാരണം പല ഡോക്ടേഴ്സും അവരുടെ പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഇത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇതിപ്പം നമ്മൾ കണ്ടത് ഒരു മലവും മൂത്രമൊക്കെ പോലെ ഫ്ലഷ് അടിച്ച് കളയാണ് ഒരു ജീവനെ. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി അതിൻ്റെ ഒരു വേരുകളിലേക്ക് ആലോചന പോകുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിച്ച് പ്രസവിച്ചാൽ ചിലപ്പോൾ പല ആൾക്കാരുടെയും ഞെട്ടൽ വാനവളം ഉയരും. പക്ഷേ ഈ അവിഹിത ബന്ധങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന കുട്ടികളുടെ വിഷയം, എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിൻ്റെ പ്രശ്നം, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ. ഇപ്പം വിവാഹപ്രായത്തിനെക്കുറിച്ചുള്ള ആശങ്കൻ്റെ ഒരു 10% അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള താത്വികമായ അവലോകനങ്ങളോ ചർച്ചകളോ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിച്ചു പോവുകയാണ്. യെസ്, അതിവിടെ ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ തിരഞ്ഞെടുത്ത 3 വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യമായി ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഗസയിലെ വംശഹത്യ, അതുമായി ബന്ധപ്പെട്ട വേദനകൾ ഇന്നും ലോകത്തിൻ്റെ ഒരു തീരാനോവായി നമ്മുടെ മനസ്സിലൊക്കെ ഒരു വിങ്ങലായി ഇന്നും നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഏറെ ഞെട്ടലോടുകൂടി, ഏറെ സങ്കടത്തോടു കൂടി ഒരു വാർത്ത വായിക്കുന്നത്. ആ ഗസയിലെ വംശഹത്യയുടെ ചോരപ്പാടുകൾക്ക് പിന്നിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്ത ആയുധങ്ങൾക്ക് കൂടി പങ്കുണ്ടായിരുന്നു എന്ന വാർത്ത. അതും കുറച്ചൊന്നുമല്ല, കഴിഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ 2023 മുതലുള്ളൊരു സമയത്ത് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് 2500-ലധികം ഷിപ്മെൻറ്റുകളാണ് ഇവിടെ നിന്ന് ആയുധങ്ങളുമായി ഗസയിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിനുള്ള ഒരു തിരുത്തായി, അതിൽ നിന്നുള്ളൊരു വൈരുദ്ധ്യമായി നമ്മളതിനെ വായിക്കേണ്ടി വരില്ല എന്നുള്ള. തീർച്ചയായും ഇന്ത്യ രാജ്യം എന്നുള്ളത് എല്ലാ കാലത്തും നീതിയോടൊപ്പം നിന്ന ഒരു രാജ്യമാണ്. രാജ്യത്തിൻ്റെ ഒരു സ്വതന്ത്രാനന്തര ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അതെ. കോൾഡ് വാർ കാലം മുതൽ ചേരിചേരാ നയം സ്വീകരിച്ച് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കടന്നുകയറ്റക്കാരുടെയോ അക്രമകാരികളുടെയോ കൂടെ നിൽക്കാത്ത ഒരു പാരമ്പര്യം രാജ്യത്തിനുണ്ട്. ഫലസ്തീനിൻ്റെ കാര്യത്തിലും അതേ നയമാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. 1947 ഫലസ്തീൻ വിഭജനവാദം, അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏറെക്കാലം ഇസ്രായേലുമായുള്ള യാതൊരുവിധ നയതന്ത്ര ബന്ധവും ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള എല്ലാ ശ്രമങ്ങളുടെയും ഒപ്പം നിന്നിട്ടുണ്ട്. PLOയെ ഫലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ആദ്യം അംഗീകരിച്ച അതിൻ്റെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഇന്ത്യയിലേക്ക് യാസർ അറഫാത്ത് വന്നിട്ടുണ്ട്. PLOക്ക് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഓഫീസുകൾ ലോകരാജ്യങ്ങളിൽ തുറക്കപ്പെട്ടപ്പോൾ അത്തരം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെ നമുക്ക് പറയാൻ കഴിയും. അതിൽ നിന്നെല്ലാം മാറിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പുതിയ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നയവ്യതിയാനങ്ങൾ,
അല്ലെങ്കിൽ പുതിയ ഒരു നയത്തിലേക്കുള്ള മാറ്റം നമ്മൾ കാണുന്നത്. ഞാൻ പറയുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുലർത്തിപ്പോന്ന നമ്മുടെ ആ പൂർവകാല നയങ്ങൾക്ക് വിരുദ്ധമായി മഹാത്മാഗാന്ധി മുതലുള്ള കഴിഞ്ഞ പതിറ്റാണ്ടുകൾ തുടർന്നു പോരുന്ന നയങ്ങൾക്ക് വിരുദ്ധമായ നയമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചതൊന്ന്. രണ്ടാമത്തത് ലോക മനസ്സാക്ഷിക്കെതിരാണിത്. ലോക മനസ്സാക്ഷി ഈ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരാണ്. അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും അതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു. അമേരിക്കയിലുണ്ടായി, യൂറോപ്യൻ രാജ്യങ്ങളിലെമ്പാടുമുണ്ടായി. നമ്മുടെ രാജ്യമെടുത്ത സ്റ്റാൻഡ് 2500-ലധികം തവണ ആയുധങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ, മാനവികതയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ഉയർത്തുന്ന ശബ്ദത്തിനെതിരായ നിലപാടാണ് നമ്മുടെ രാജ്യമെടുത്തത്. മൂന്നാമത്തത് ഒരു സാമാന്യ നീതിക്കെതിരാണ്. ഫലസ്തീനെ ഒരു രാജ്യത്ത് ഒരു ജനവിഭാഗത്തെ ബോധപൂർവം പ്ലാൻ ചെയ്ത് അവരെ കുടിയേറ്റം നടത്തിച്ച് രാജ്യത്തെ വിഭജിച്ച് തീർത്തും അനീതിയോടുകൂടി രാജ്യത്തെ രണ്ടാക്കി വിഭജിച്ചൊരു പുതിയ രാഷ്ട്രത്തെ സ്ഥാപിക്കുമ്പോൾ അതൊരു സാമാന്യ നീതിയാണ്. ആ നീതിക്കെതിരാണ് ലോകത്ത് ഈ പറയുന്ന ബഹളമുണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞ പ്രതിഷേധമുണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിലതുണ്ട്. അതില്ലെങ്കിലും എന്താ പറയുക, മിക്കവാറും ആളുകളെല്ലാം അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരു അനീതിയാണ് അവിടെ നടന്നത്. അതിനെതിരാണ്, ആ അനീതിയോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യമെടുത്തത്. മറ്റൊന്ന്, ഈ രാജ്യത്തെ പൗരന്മാർ അവരോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇന്ത്യ രാജ്യത്തെ ആളുകൾ ഒന്ന് ഇതിനനുകൂലിക്കുന്നില്ല, രണ്ട് എല്ലാവരെയും മറച്ചുവെച്ച് ഒരു രഹസ്യധാരണയുണ്ടാക്കി കാലങ്ങൾക്ക് ശേഷം 2-3 വർഷത്തിന് ശേഷം ഇതുവരെ നടന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് തന്നെ കാണിക്കുന്ന വലിയ വഞ്ചനയാണ് ഈ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ചെയ്തത് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. അതെ, ഈ ഗസയിലെ വംശഹത്യയും അധിനിവേശമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരുപാട് തവണ അതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടു, വിശകലനം ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ, ഗസയിലെ സാഹചര്യത്തെ ഡോക്ടർ ബാസിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ശരിക്കും, ആ ഒരു ഷിഫ്റ്റ് ശരിക്കും നമുക്ക് ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നിന്നും സവർക്കറുടെ ഇന്ത്യയിലേക്കുള്ള മാറ്റമാണ്. ഗാന്ധിജി പറഞ്ഞത് ഫലസ്തീനികൾക്കുള്ളതാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും സവർക്കറുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ആ ഒരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഹിന്ദുത്വം എപ്പോഴും ഈ പറഞ്ഞ രൂപത്തിൽ അക്രമികളുടെ കൂടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ വിഷയത്തിലടക്കം സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ജൂതന്മാരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു അന്ന് ഹിന്ദുത്വം. അതേപോലെ തന്നെ മുസോളിനിയുടെ കൂടെയായിരുന്നു. ഇപ്പോൾ അതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ സയനിസ്റ്റുകളുടെ കൂടെയാണ് എന്നുള്ളതാണ് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു പോളിസി ഷിഫ്റ്റ് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്ത് അതിനുശേഷം ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ അതിക്രൂരമായ ഏറ്റവും ശക്തമായ രൂപത്തിൽ വംശഹത്യ നടന്ന ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഗസ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മനസ്സിലൊരു തീരാ മുറിവായി മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുദ്ധങ്ങൾ കണ്ടു, അതിപ്പോൾ ഒരു സീസ് ഫയറിലേക്ക് പോകുന്നു എന്ന് കാണുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കുമ്പോഴും ഗസ അവിടെ തന്നെ കിടക്കുകയാണ്. ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ ആ ഒരു വംശഹത്യയുടെ ഏറ്റവും ശക്തമായ ഫേസിൽ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് സ്ഥിരം വാർത്ത കേൾക്കുന്നു, സ്ഥിരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഗസയുടെ ഭൂരിഭാഗം സ്ഥലവും ഇസ്രായേലിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദിവസവും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബെൻഗൂർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഗസയിൽ നമുക്ക് ഇസ്രായേലിന് കടക്കാൻ സാധിക്കുമെന്ന് ഞാൻ 3 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? ഇപ്പോൾ ഇതാ ഗസയിൽ നമ്മളുണ്ട്. ഇനി ഞാൻ പറയുന്നു, ഗസയിൽ നമ്മൾ ജൂത സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരും, ഇതും ഞാൻ പറയുന്ന വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളതിനിടയിൽ അമേരിക്കയുടെ കുറേ ഇടപെടൽ കാണുന്നു, കുറേ കരാറുകൾ കാണുന്നു, ഗസ റീകൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, വംശഹത്യ കഴിഞ്ഞു, ഇനി ഗസക്കാർക്ക് ജീവിതം തിരിച്ചു കിട്ടുന്നു എന്നാണ്. പക്ഷേ ഇത് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയനിസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശം മുഴുവൻ
അവരുടെ അധീനതയിലാക്കുക എന്നുള്ളതും അതിനപ്പുറത്തേക്കുള്ള ഒരു ആസ്പിറേഷൻ ഉള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഈ ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക്, ഇപ്പോൾ ഹമാസ് ഇവിടെ പിന്നെ അധികാരം ഒഴിഞ്ഞു. അതേപോലെ തന്നെ ഇസ്രായേൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി നിരായുധരാവാം എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നിട്ടും ഇപ്പോഴും എന്ത് ചെയ്യാണ്, അവിടെ വംശഹത്യയും അല്ലെങ്കിൽ കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിലും ദിവസം എന്ന് പറയുന്നത് പോലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു, അതേപോലെ തന്നെ അവരുടെ ഫാം ലാൻഡുകളിൽ നിന്നും അവരെ ഓടിക്കുന്നു, അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ 7 ഹമാസ് ചെയ്ത കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കൂടി ഒക്ടോബർ 7 ഈ പ്രശ്നം തുടങ്ങുന്നത് എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു ഘട്ടമാണിത്. കാരണം ഈ പറഞ്ഞ ഒക്ടോബർ 7 ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളെ ഇവിടെ കൊന്നുകഴിഞ്ഞു. എന്നാലെങ്കിലും അവസാനിക്കും അവരുടെ രക്തക്കൊതി എന്ന് നോക്കുമ്പോൾ കഴിയുന്നില്ല. ഇപ്പോഴും വീണ്ടും ആ പ്രദേശത്തിന് വേണ്ടിയും അവിടെയുള്ള ആളുകളുടെ ജീവന് വേണ്ടിയും ദാഹിച്ച് നടക്കുന്ന രക്തക്കൊതിയന്മാരായി ഈ ആളുകൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളിപ്പം ചരിത്രം വായിക്കുമ്പോൾ ഹിറ്റ്ലർ നടത്തിയ ജൂതവംശഹത്യ, ആ ഒരു സമയത്ത് പല ആളുകളും, അന്ന് ഹിറ്റ്ലർ ഒരു ഭരണാധികാരിയാണ്, പല ഭരണാധികാരികളും ഹിറ്റ്ലറിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരോട് നയതന്ത്ര ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മൾ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്നത് ഒരു വംശഹത്യയുടെ കൂട്ടാളികളായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് കുറച്ച് കാലം കഴിയുമ്പം ഇസ്രായേൽ ഇങ്ങനെ വംശഹത്യ നടത്തിയിരുന്നു എന്നും ഒക്കെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ നമ്മളും എടുത്ത സ്റ്റാൻഡും ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് ഒരു ഘട്ടമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധവിരാമങ്ങൾ കാണുന്നു, വീണ്ടും തുടങ്ങുന്നു. അവിടെയൊക്കെ ഇറാൻ ഒരുപാട് ക്ലോസുകൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആയിരുന്നു ലെബനാനിൽ വെടിനിർത്തുക എന്നുള്ളത്. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയും എവിടെ ഗസയാണ് അല്ലെങ്കിൽ ഫലസ്തീനാണ് പ്രോബ്ലത്തിൻ്റെ കോർ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഫലസ്തീനാണ്, അല്ലെങ്കിൽ ഫലസ്തീനിൽ ഉള്ള അധിനിവേശമാണ് നമ്മൾ പറയുമ്പോഴും ഇറാൻ ഈ ക്ലോസുകളിൽ എവിടെ ഗസ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നമ്മൾ ഉയർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് വംശഹത്യ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു വേഗ് പിക്ചറാണുള്ളത്. ആരാണ് സംരക്ഷകർ, ആരാണ് ഒറ്റുകാർ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ശരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആരാണ് അതിനുവേണ്ടി വാദിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം ഇറാനുള്ള ഒരു അവർക്കുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ആ ഒരു ശക്തി അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴും ഗസക്ക് വേണ്ടി അത് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ പോലും ഒരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉപയോഗിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ത്യ ആംസ് കയറ്റി അയക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ സ്പെയിനെ കുറിച്ച് പറയുന്നത് അമേരിക്ക ഇസ്രയേലിൽ അയക്കുന്ന ആയുധങ്ങൾ അടങ്ങുന്ന കപ്പലിനെ പോലും അത് ഒന്ന് റീഫ്യൂവൽ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രാജ്യങ്ങൾ, ആ നിലക്ക് എടുക്കുന്ന രാജ്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു എന്താ പറയുക, മാനവികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി അതിനെ വേർതിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം വംശഹത്യകൾ നടക്കുമ്പോൾ അത് ഞങ്ങളുടെ ഫാദർലാൻഡ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ തങ്ങളുടെ ചരിത്ര പുസ്തകത്തിലേക്ക് തങ്ങളുടെ വക ഒരു രക്തക്കറ രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും ഗസയിലുള്ള സഹോദരന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും അത് കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ വിസ്മരിച്ചു പോകുന്നൊരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഇപ്പോഴും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിരന്തരം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എയ്ഡ് തടയുന്ന കാര്യങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുറച്ചുകൂടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ആ വിഷയം. അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ബന്ധം യെസ്, അതടക്കം ഒരു പക്ഷേ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം സൗദി അറേബ്യയൊക്കെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതാണ്. 1967 ബോർഡർ അനുസരിച്ചുകൊണ്ട് ജെറൂസലേം അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു ഫലസ്തീൻ രാജ്യം ഉണ്ടാകുന്നത് വരെ ഒരു ബന്ധമില്ല എന്ന് പറയുന്ന അത്രയും കൃത്യമായ നിലപാടുകൾ അറബ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ, പല രാജ്യങ്ങളിലും അങ്ങനെ എടുക്കുമ്പോൾ, ഇന്ത്യ പോലുള്ളൊരു രാജ്യം ഈ വംശഹത്യക്ക് ആയുധം
മാറ്റി അയക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി. കാരണം പ്രത്യേകിച്ചും ഇന്ത്യ സൗദി അറേബ്യ ഒക്കെ ഒരുപാട് ട്രേഡ് ഡീലുകൾ ഇപ്പോൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായി ഇന്ത്യ സ്വയം അവരോധിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ ഒരു പ്രാധാന്യം ഇന്ത്യക്ക് ഉണ്ട് ശരിക്കും. പക്ഷേ ഗ്ലോബൽ സൗത്ത് പലപ്പോഴും ഈ ഫലസ്തീൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരാണ്. അപ്പോൾ ആ ഒരു ഇതെന്നൊക്കെ മാറി ഇപ്പോൾ ബ്രിക്സ്, ഇപ്പം അമേരിക്കയുടെ ഡോളർ ആ ഒരു പിന്നെ സമഗ്രാധിപത്യത്തിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട ബ്രിക്സ് പോലെയുള്ള ആ പിന്നെ കൂട്ടായ്മകൾ, അവിടെയുള്ള ചൈനയാകട്ടെ റഷ്യ അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായെന്ന് പറയുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു നല്ല നിലപാടുകൾ എടുക്കുമ്പോൾ ഇന്ത്യ അവിടെയും എന്ത് ചെയ്യാണ് ഒരു കറുത്ത പുള്ളിയായി മാറുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോങ് ടേമിലുള്ള നയതന്ത്രങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇനി അതൊക്കെ മാറിയാലും നയതന്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത്, അല്ലെങ്കിൽ ട്രേഡുകൾക്കൊക്കെ അപ്പുറത്ത് മാനവികത, ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ആ ചോരയിൽ ഒരു പങ്കുണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം നമ്മളെ കൂടുതൽ അലട്ടേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുക തന്നെ വേണം. അള്ളാഹു അവർക്ക് ഏറ്റവും വളരെ വേഗത്തിൽ തന്നെ വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ.